കട്ടപ്പന നഗരസഭാ ബജറ്റിന് ഭരണസമിതി അംഗീകാരം നൽകി അഭിപ്രായ പ്രകടനത്തിന് ശേഷം ബജറ്റ് സമ്മേളന ചർച്ച LDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർന്നതിനു ശേഷം 10ാമത് ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചത്. 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ 5,24,52,700 രൂപയുടെ മുന്നിരിപ്പും 96,06,49,803 രൂപയുടെ വരവും ഉൾപ്പെടെ 101,33,02,503 രൂപ ആകെ വരവും 93,43,29,703 രൂപ ചെലവും 7,89,72,800 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അവതരിപ്പിച്ചിരുന്നു. ഇതിന് പ്രകാരമുള്ള ചർച്ചയ്ക്ക് ശേഷം ബഡ്ജറ്റ് അംഗീകരിച്ചു. ഇന്നലെ കൌൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഇന്നലെ ബഡ്ജറ്റ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ചർച്ചയായിരുന്നു. ചർച്ചയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പൂർത്തീകരിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി സ്ഥലം വാങ്ങുന്നതിന് 75 ലക്ഷം രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത്. അതിൽ കുറച്ചുകൂടി തുക വർദ്ധിപ്പിക്കുവാൻ ഭേദഗതി നിർദ്ദേശത്തിലൂടെ തീരുമാനമായി. ആശാവർക്കർമാർക്ക് പ്രതിമാസം നഗരസഭ 1000 രൂപ വീതം നൽകുന്നതിന് തീരുമാനിച്ചിരുന്നു. അത് നിർദ്ദേശപ്രകാരം 2000 രൂപയാക്കി. കായിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകും. ലൈബ്രറി വഴി PSC പഠനത്തിനുള്ള സഹായങ്ങൾ നൽകും. യോഗത്തിൽ വിവിധ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഭേദഗതികൾ വരുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി വന്നത് താലൂക്ക് ആശുപത്രിക്ക് സ്ഥലമെടുക്കുന്നതിന് 75 ലക്ഷം രൂപയാണ് വക ഒളിച്ചിരുന്നത്. എന്നാൽ അത് കുറച്ച് പര്യാപ്ത കുറവുണ്ട്, അത്രയും പൈസ പോരാ എന്നൊരു അഭിപ്രായം രൂപപ്പെട്ടു വരികയുണ്ടായി. നമ്മുടെ പദ്ധതികൾ അറിയാലോ, ഗവൺമെന്റ് പൈസയൊക്കെ വെട്ടിക്കുറച്ച് വളരെ കുറച്ച് പൈസകൾ മാത്രമാണ് വാർഡിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ വരുമാനത്തിന്റെ സോഴ്സ് ഒന്നുകൂടി പരിശോധിച്ച ശേഷം കുറച്ചുകൂടി പൈസ വെക്കാൻ കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന് കുറച്ചുകൂടി പൈസ വക കൊള്ളിക്കുക ഭേദഗതി നിർദ്ദേശത്തോടെ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ബഡ്ജറ്റ് ചർച്ച LDF ബഹിഷ്കരിച്ചു. ബജറ്റിൽ മലയാള ഭാഷയെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതടക്കമുള്ള കാര്യങ്ങൾ വിമർശനങ്ങൾ ഉയർന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർന്നതിനു ശേഷം 10ാമത്തെ ബഡ്ജറ്റായിരുന്നു ഇത്. പ്രധാനമായും ഒരു വർഷത്തിനുള്ളിൽ തീരുന്ന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ കൌൺസിലർമാരുടെ ആക്ഷേപങ്ങൾ ഒഴിച്ച് മറ്റ് കൌൺസിലർമാർ ബഡ്ജറ്റിന് ആശംസകൾ നേരുകയും ബഡ്ജറ്റ് അംഗീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.